ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വിസ്മയ ആനന്ദകൃഷ്ണൻ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറുള്ള വട്ടവടയിലാണ്. അവിടുത്തെ പച്ചക്കറി തോട്ടത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ധനമണി. ഓക്കെ, ധനമണി ചേട്ടനോടും അതുപോലെ പൊന്നമ്മ ചേച്ചിയോടും ചോദിച്ചറിയാം. ഓക്കെ ചേട്ടാ, ഇവിടുത്തെ പച്ചക്കറി തോട്ടത്തിൻ്റെ ഒക്കെ കൃഷിയൊക്കെ എപ്പോഴായിരുന്നു തുടങ്ങിയത്? ഞാൻ 20 വയസ്സിൽ തുടങ്ങി. 20 വയസ്സിൽ തുടങ്ങിയിട്ട് ഈ സ്ട്രോബെറി ഇല്ല അപ്പോഴേ. പിന്നെ പച്ചക്കറിയ ഞങ്ങൾ ഇപ്പോഴേ ഈ സ്ട്രോബെറി ഇട്ടിട്ടുണ്ട്. പിന്നെ പച്ചക്കറിയ മെയിൻ കൃഷിയ പച്ചക്കറിയ. ഇപ്പോൾ സ്ട്രോബെറി ഇട്ടിട്ടുണ്ട്, പച്ചക്കറി ഇട്ടിട്ടുണ്ട്. ഇത് സ്ട്രോബെറിയിൽ ഈ ജാം ഇടുന്നുണ്ട്, വൈൻ ഇടുന്നുണ്ട്. പിന്നെ പ്രസ, സ്ട്രോബെറി, പേരയ്ക്ക, കറുമ്പ് ഇങ്ങനെ ഇടും. കപ്പക്കിഴങ്ങ്, അത് മരക്കിഴങ്ങ് ഇടും. അത് ഞങ്ങൾ ഇട്ടിട്ട് ഇങ്ങനെ കച്ചവടക്കാർക്ക് കൊടുക്കും. ഇതപ്പം എങ്ങനെയാ, എത്ര നാൾ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്? അതുപോലെ ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാണ്? നമ്മുടെയൊക്കെ നാട്ടിൽ ഇതിനൊക്കെ നല്ല വിലയാണ്. ഇവിടത്തെയൊക്കെ റേറ്റ് സ്ട്രോബെറിക്ക് 600 രൂപ 1 കിലോക്ക്, ജാമ് 100 രൂപ, വൈന് 250 ഇങ്ങനെ എടുക്കും. പിന്നെ പച്ചക്കറി വിലയ്ക്ക് ഈ ബട്ടർ ബീൻസ് 80 രൂപ കിലോക്ക് വരും. പിന്നെ സോയാ ബീൻസ്ക്ക് 60 രൂപ വരും. ക്യാരറ്റിക്ക് 20 രൂപ വരും, 10 രൂപ വരും. ചിലപ്പോൾ 7 രൂപയും വരും, 5 രൂപയും വരും. ഇങ്ങനെ വരും. ഇതെല്ലാം നമ്മൾക്ക് കൃഷിക്കാരനക്ക് മൂലാകില്ല, ഈ കച്ചവടക്കാരനൊക്കെ മൂലാകും. നേരിട്ട് കൊടുത്താലേ നമ്മൾക്ക് പൈസ കിട്ടും. ഇടനിലക്കാർക്ക് കൊടുത്താലേ പൈസ കിട്ടില്ല. നമ്മൾ എപ്പോഴും പച്ചക്കറിക്കാരെ അടിക്കുക പോകുന്നു. അപ്പൊ ചേട്ടൻ 20 വയസ്സിൽ തുടങ്ങിയതാണ്. അതെ. അപ്പൊ ചേട്ടൻ, നമുക്ക് ഈ വട്ടവടയിലേക്ക് വരുമ്പം എല്ലാവരും കൂടുതൽ കാണുന്നത് ഈ പച്ചക്കറി തോട്ടം ഇതൊക്കെയാണ്. അപ്പൊ അതിലുപരി എന്താണ് ഇവിടെ ഉള്ളത് കൂടുതലും കാണാനാ? വെള്ളച്ചാട്ടമുണ്ട്, വ്യൂ പോയിന്റ് ഉണ്ട്. ഇങ്ങനെ ചെക്ക് പോസ്റ്റിന്റെ ചോറിന്റെ ഉള്ളില് കയറി മൃഗങ്ങളെ കാണാം. അതെ. പിന്നെ ഇവിടെ മൃഗങ്ങൾ കുറവാ, ചോറയില് കൂടുതല. അപ്പൊ ഇവിടെ താമസിക്കാനൊക്കെ, പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ താമസിക്കാനൊക്കെ സൗകര്യമുണ്ട്, നല്ല സൗകര്യമുണ്ട്. അതെ. അപ്പൊ ചേട്ടാ, നമുക്ക് ഇവിടുന്ന് വ്യൂ പോയിന്റിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും? 12 കിലോമീറ്റർ. 12 കിലോമീറ്റർ. അതെ. അപ്പം വെള്ളച്ചാട്ടം 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് എല്ലാം. അപ്പം നമുക്ക് ചേട്ടനോട് നന്ദി ഇവിടുന്ന് പറയാം. നമുക്ക് ചേട്ടൻ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാം വാങ്ങിച്ചിട്ട് പോകാം. എന്തായാലും നമ്മുടെ നാട്ടിനേക്കാൾ ഏറ്റവും വിലക്കുറവിൽ നല്ല സാധനങ്ങൾ ഇവിടെ കിട്ടും. അവിടുത്തെ കെമിക്കൽസും മരുന്നുകളും ഒന്നും ചേർക്കാത്ത സാധനങ്ങൾ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ചേട്ടനോട് നന്ദി തന്നിട്ട് പോവാം. ഓക്കെ ചേട്ടാ. പിന്നെ ഇവിടുത്തെ ജാമിനെ പറ്റി പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം അവിടെ മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തരണതാണ്. ഇതിവർ നാച്ചുറലായിട്ട് ഉണ്ടാക്കണതാണ്. അപ്പോൾ അതിനകത്ത് ഇവർ വേറെ മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നതല്ല. മാത്രമല്ല, ഈ സ്ട്രോബെറി ഞാൻ പറിച്ച് കഴിച്ച് നോക്കി. സത്യം പറഞ്ഞാൽ അവിടെ കിട്ടണത്, നാട്ടിൽ കിട്ടണത് നല്ല ചുവന്ന കളറാണ്, പക്ഷേ നല്ല പുളിയാണ് അതിനുള്ളത്. പക്ഷേ ഇതിൽ പച്ച എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് റെഡ് കളറില്ല, എങ്കിലും അത് എന്നാ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല മധുരം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. അതുപോലെ ജാം, അതുപോലെ വൈന് എല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ വാങ്ങിച്ചിട്ട് പോകും. ഓക്കെ. അപ്പം ട്രാവലിംഗ് ഡയറീസിൻ്റെ ഞങ്ങളുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.